സമർപ്പിത സമൂഹങ്ങളിലെ ഓരോ വ്യക്തിയുടെയും ചെറിയ കുറവുകളും പോരായ്മകളും പോലും പർവ്വതീകരിച്ചു കാണുന്ന ഒരു കാലമാണ് നമുക്ക് സമീപകാലത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വൈദികരുടെ ആത്മഹത്യ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ മരണങ്ങൾ, ഇവിടെയൊക്കെ പോലും അനാവശ്യമായ കഥകളും വിവാദങ്ങളുമൊക്കെ മെനയുന്ന മാധ്യമങ്ങളെ, പൊതുസമൂഹത്തെ നമ്മൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സമർപ്പിത സമൂഹത്തിൻ്റെ ചെറിയ വീഴ്ചകൾ, ആ വീഴ്ചകളെ എങ്ങനെയാണ് വിശ്വാസ സമൂഹം കാണേണ്ടത്? അത് തിരുത്തപ്പെടേണ്ടതാണോ, അതോ ഇത് പർവ്വതീകരിക്കപ്പെടേണ്ടതാണോ? ഏതർത്ഥത്തിലും ഇവിടെ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? ഏതർത്ഥത്തിലാണ് നമ്മൾ ഇത്തരം വിവാദങ്ങളെ നമ്മൾ കാണേണ്ടത്? എവിടെയാണ് നമ്മുടെ തിരുത്തലുകളുടെ ആരംഭം കുറിക്കേണ്ടത്? ഈ വിഷയമാണ് ദ ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് നിതിൻ ജോസ്. എൻ്റെ കൂടെയുള്ളത് ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര. അദ്ദേഹം തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഒപ്പം കൂടെയുള്ളത് അധ്യാപികയും സാമൂഹ്യ നിരീക്ഷകയുമായ ഡോക്ടർ മേരി റെജീന. രണ്ടു പേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ടീച്ചറിൽ ഈ ചർച്ച തുടങ്ങുകയാണ്. ടീച്ചർ, നമ്മൾ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത് ഈ മീഡിയയിലാണ്. ഇപ്പം നമുക്ക് വൈദികരുടെയൊക്കെ ചെറിയ വീഴ്ചകൾ, ഇപ്പം നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഈ സിനിമകളിലുള്ള ഒരു വൈദികനെ എങ്ങനെയാണ് നമ്മൾ കാണുക? അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ള ഒരു വൈദികനെ എങ്ങനെയാണ് നമ്മൾ സിനിമകളിൽ കാണുക? ഒരു 20 വർഷം മുമ്പുള്ള സിനിമകളിൽ ഒരു വൈദികൻ്റെ ചിത്രം വരുമ്പോൾ തന്നെ അതിൽ ആ വൈദികനെ കാണുമ്പോൾ തന്നെ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടുന്നു, കുട്ടികളെല്ലാം ചേർത്ത് പിടിക്കുന്നു, ഒരു ഡാൻസും പാട്ടും ഒക്കെ. എന്ന് വെച്ചാൽ ഒരു സെലിബ്രേഷൻ മൂഡിൽ, അല്ലെങ്കിൽ ഒരു ആദരവിൻ്റെ മൂഡിൽ, അംഗീകാരത്തിൻ്റെ മൂഡിൽ, അങ്ങനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുക. അവിടെ ഒരു വിശ്വാസ സമൂഹം മുഴുവൻ അവരെ കേൾക്കുകയും പ്രാർത്ഥനയിലും അതൊക്കെ സിനിമകളാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ഏറ്റവും കണക്ട് ചെയ്യാവുന്ന സിനിമകളാണല്ലോ. എന്നാൽ കഴിഞ്ഞൊരു 5 വർഷത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ വൈദികൻ എവിടെയാണ് വരിക? വൈദികനെ കാണിക്കുന്ന ദൃശ്യങ്ങൾ എവിടെയാണ്? ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ എല്ലാം പുറകിൽ, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ ആരോപണം നേരിടുന്ന സിനിമകൾ പോലും, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹവാല ഇടപാടുകളിൽ ആരോപണം നേരിടുന്ന പല സിനിമകൾ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ പോലും നമ്മൾ കാണുമ്പോൾ ആ വൈദികൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ വളരെയധികം വിജയിച്ച ഒരു സിനിമയുടെ ഒരു ബേസിക് ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു വൈദികൻ ഒരു പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, ആ ആൾ വളരെ ഓരോ വൈദികന് കിട്ടുന്ന ഇടിക്കും തിയേറ്ററിൽ കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ബോധപൂർവം സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ, സിസ്റ്റേഴ്സിൻ്റെ മരണങ്ങളെ നമ്മൾ പത്രങ്ങൾ എങ്ങനെയാണ് കാണുക? പത്രങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കാണുന്നത്? അത് സിസ്റ്റർ അഭയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രത്തിൽ ഇതിനെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെയെല്ലാം മറ്റൊരർത്ഥത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു വായന അത് പൊതുസമൂഹം നടത്തുന്നുണ്ട്, ബോധപൂർവ്വം നടത്തുന്നുണ്ട്. കൃത്യമായ അജണ്ടകളോടുകൂടി ഉള്ള ഒരു ചിത്രീകരണം അതിലുണ്ട് എന്ന് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ആദ്യം ഇതിന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഈ സഭയെ, ഈ എന്താ പറയുക, ഈ സമൂഹത്തിന് ഏറ്റവും അധികം നന്മയുടെ പാതയിലേക്ക്, വികസനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷ രംഗത്തും മുന്നേ നടന്ന സമൂഹമായ ക്രൈസ്തവ സഭയിലെ അതിൽ നേതൃത്വം നിൽക്കുന്നവരാണ് സമർപ്പിതർ, പ്രത്യേകിച്ച് വൈദികർ, സന്യസ്തർ. അൽമായരിങ്ങനെ പിക്ചറിലില്ല നമ്മളെ സംബന്ധിച്ച്. ഇവരാണ് സഭ എന്ന് പറയുമ്പോൾ, ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് തീർച്ചയായും ശുഭ്രവസ്ത്രധാരികളായ വൈദികർ തന്നെയാണ്. അപ്പോൾ മനഃപൂർവ്വമായി നമ്മുടെ സമൂഹവും ആരൊക്കെയോ കൂടി തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ മനഃപൂർവ്വമായിട്ട് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീമുകളാണ് നിതിൻ പറഞ്ഞ ഒരുപാട്. എപ്പോഴൊക്കെയോ അതിന് കാരണമായ കുറച്ച് 1-2 സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായി എന്നുള്ളത്, അതിൻ്റെ ഒന്നും ശരിയായ അവസ്ഥ എന്താണ്, സത്യാവസ്ഥ എന്താ, അതൊന്നും തിരയാനോ അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ നമുക്കും അറിയില്ല, സമൂഹത്തിനും അറിയില്ല. പക്ഷെ ആരൊക്കെയോ ചേർന്ന് മെനഞ്ഞെടുത്ത കഥകൾ വിശ്വസിക്കുന്ന സമൂഹമാണ്. അപ്പോഴാണ് ഈ മാധ്യമങ്ങളുടെ വളർച്ച. മാധ്യമങ്ങൾ പറയുന്ന വാദം ഇത്തരം പുഴുക്കുത്തുകൾ, അല്ലെങ്കിൽ ഇത്തരം അപജയങ്ങൾ, ഇത്തരം വീഴ്ചകൾ
അത് ഞങ്ങൾ ഒരു കഥയാക്കി മാറ്റിയതേ ഉള്ളൂ. അങ്ങനെ ഒരു സംവിധാനങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ അതാണല്ലോ പൊതുവേ പറയുക. ഇപ്പം ക്രൈം രാജ്യത്ത് വർദ്ധിക്കുന്ന സമയത്ത് പോലും അവർ പറയുന്നത് രാജ്യത്ത് ക്രൈം വർദ്ധിക്കുകയാണല്ലോ, ആ വർദ്ധിക്കുന്ന ക്രൈം ഞങ്ങൾ ദൃശ്യമാക്കുന്നത് റിയലിസ്റ്റിക് ആണല്ലോ, അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, സമൂഹത്തെ വായിച്ചെടുക്കുന്നതാണല്ലോ കലാകാരന്മാരുടെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം. ആ നിലയിലാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക? അങ്ങനെ അവർ പറയുന്നു എന്നുണ്ടെങ്കിലും എൻ്റെ ചോദ്യം, എത്രയാണ് ഈ പറയുന്നതിലെ ശതമാനം? ശരി, നമ്മളൊരു കണക്ക് പറയുമ്പോഴേ ഏകദേശം 780 കോടി ജനങ്ങളുണ്ട്. ഏകദേശം 4 ലക്ഷം വൈദികരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 0.005% ഉള്ളൂ ലോകത്ത്. 0.005%-ലെ 4-5 പേര് എടുത്തോളൂ, അല്ലെങ്കിൽ 10 പേര് തന്നെ എടുത്തോളൂ. അപ്പൊ അത് എത്ര ചെറിയൊരു പെർസെൻറ്റേജ് ആണ്. ശരി. അപ്പൊ ഈ ചെറിയ പെർസെൻറ്റേജിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇത് ചെയ്യണം. ചിലപ്പോൾ പച്ചയായ യാഥാർത്ഥ്യം ശരിയെന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ ഈ ചെറിയൊരു പെർസെൻറ്റേജിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ആ വാർത്തകൾ കേട്ട് വരുമ്പോൾ സ്വാഭാവികമായി ഇത് കേൾവിക്കാരുടെ ഇവരൊക്കെ ഇങ്ങനത്തെ കാറ്റഗറി ആയിരിക്കും. കാരണം നമ്മള് ഇന്ത്യയിൽ ചെറിയൊരു ശതമാനം ആളുകളാണ്. ഈ ചെറിയ ശതമാനം ആളുകളിലെ വളരെ ചെറിയ ശതമാനമായ വൈദികരെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ കാണുന്നത് ഈ സിനിമയിലൂടെയാണ്, ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പൊ ഇവര് കാണുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു പിക്ചറൈസേഷൻ അവരിൽ വരും. അപ്പൊ ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിക്കപ്പെടും എന്ന് പറയുന്ന പോലെ ബേസിക്കലി ടീച്ചർ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തേക്കുന്നത് ഈ വൈദികരാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്ത് രാവും പകലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും ലഭിക്കാതെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ നമ്മുടെ ഒരു സോഷ്യൽ ഇതിൽ ഫോർമേഷനിൽ ഇവർ കൃത്യമായ റോളുണ്ട്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു അജണ്ടകൾ കൃത്യമായി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ചെറിയ കാര്യം ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേട്ടി വരുമ്പോൾ ഇതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കും. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പറയാണ് അവനൊന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി, നാളെ അവനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അലേർട്ടാവും. അപ്പൊ ഇത്തരം നമ്മുടെ സമർപ്പിതരെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ ശരിയായിരിക്കുള്ള വാർത്തകളായിരിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു മൂടുപടം രൂപപ്പെടുത്താൻ ഇത്തരം സോഷ്യൽ മീഡിയയ്ക്ക് കൃത്യമായ പങ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധം അത് വർദ്ധിക്കുന്നത് അത് സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു വിസിബിലിറ്റി മാത്രമാണോ, അതോ നമ്മളുടെ ഒരു സമൂഹമാണല്ലോ, ഒരു സമൂഹത്തിൽ നിന്നാണല്ലോ വൈദികനുണ്ടാകുക, ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ വൈദികനുണ്ടാകുക. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വേദിയിൽ തന്നെ കഴിഞ്ഞ പല ചർച്ചകളിൽ നമ്മൾ പങ്കുവച്ചതുമാണ്. അത്തരത്തിലുള്ള അപജയങ്ങൾ ഒരുപക്ഷെ വൈദികർക്കും അല്ലെങ്കിൽ അത്തരം വീഴ്ചകൾ ഒരുപക്ഷെ സന്യസ്തർക്കും ഉണ്ടായേക്കാം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പോയിന്റ് എന്താ? അങ്ങനെ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാകുന്നതിനെ പർവ്വതീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ട. അച്ഛൻ പറഞ്ഞ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 99.98% ഒരു വശത്ത് നിൽക്കുകയും ആ 0.2 മാത്രം അതിനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നിടത്താണ് ഇതിനകത്തെ ഒരു പ്രശ്നം. അങ്ങനെയാണോ ടീച്ചർ അതിനെ കാണുക? അതെ, ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ എനിക്ക് തോന്നി പൊതുജനത്തിന് പരിചിതം, പണ്ടൊക്കെ അതങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയുക, ലൗകികമായിട്ട് പൊതുജനം സമൂഹം ആടിയും പാടിയും അല്ലെങ്കിൽ എല്ലാവിധ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആകുമ്പോൾ വൈദികർ എന്ന് പറയുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമായൊരു സമൂഹമാണ്. അപ്പോൾ അവർ കാണുന്ന ഇതൊരു അൺനാച്ചുറൽ സിറ്റുവേഷൻ പോലെയാണ്. ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കും? ബ്രഹ്മചര്യം ഫോർ എക്സാമ്പിൾ, അതെങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളി ഇങ്ങനെ എന്താ മഞ്ഞക്കണ്ണിൽ കൂടി മാത്രം എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു കപട സന്യാസി അല്ലെങ്കിൽ ഒരു കാപട്യമുണ്ട് മലയാളിക്ക്. ഈ സദാചാര ബോധത്തിലുള്ള ഒരു കാപട്യത്തിനിടയിൽ ഒരു സദ്ഗുരുവിനെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ വെള്ളവസ്ത്രത്തിൽ ഒരു പൊടി വീണാൽ അതിനെ പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-2 ഇൻസ്റ്റൻസസ് ഉണ്ടാകാം. നമ്മൾ ആർക്കും ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ എന്ന നിലയിൽ വീഴ്ചകൾ സംഭവിക്കുന്ന മനുഷ്യർ അതിനിടയിൽ ആ വൈദിക സമൂഹത്തിനുള്ളിൽ ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്നവരെല്ലാം അവനവൻ്റെ കുടുംബങ്ങൾക്കുള്ളിൽ 99% ആൾക്കാർക്ക് ഉള്ള പ്രശ്നം മാത്രം ഈ
0.0001 അത് ഇതാണ്. പിന്നെ നമ്മളും സൂക്ഷിക്കണം. ഈ ഒരു ഞാൻ പറഞ്ഞ ബ്രഹ്മചര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, സംസാരത്തിൻ്റെ രീതികൾ പോലും നിതിൻ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദികർ നമുക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകയാണ്. നമ്മളത് അംഗീകരിക്കുന്നു. ലക്ഷക്കണക്കിനുള്ള വൈദികരോടുള്ള അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കുന്നു. പക്ഷെ നമുക്ക് സമീപകാലത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ അച്ഛനൊരു വൈദികൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ടല്ലോ, അല്ലേ അച്ഛാ? നമ്മളൊരു വൈദികനെ നമ്മുടെ സമൂഹം കാണുന്നതിൽ അത് ദൃശ്യമാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട് എന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ, ടെലിവിഷൻ അല്ലെങ്കിൽ ഒരു സിനിമയായി, പക്ഷേ ന്യൂസ് ചാനൽ കാണുന്നൊരു വൈദികനെ, ന്യൂസ് ചാനൽ കാണുന്നൊരു സാധാരണ പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് എത്തിയ വൈദികർ, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 4-5 വർഷം വാർത്തകളിൽ ഇടം പിടിച്ച വൈദികരെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം കാണും. വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെ അഭിവന്ദ്യ നമ്മുടെ ഏറ്റവും ആദരണീയനായ നമ്മുടെ എല്ലാമായ മാർപ്പാപ്പയുടെ വാക്കുകളെ പോലും ധിക്കരിക്കാൻ പരസ്പരം മത്സരിക്കുന്ന വൈദികരെ നമ്മൾ കാണുന്നുണ്ട്. അഭിവന്ദ്യ പിതാക്കന്മാരുടെ സർക്കുലറുകൾ കയറിയെറിയുന്ന വൈദികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസിനെതിരെ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് പോകുന്ന വൈദികർ നമ്മളെ കാണുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ അഭിവന്ദ്യ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അവർ ഉന്നയിക്കുന്ന വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രം ഈ ഒരു വിശുദ്ധമായ സംവിധാനത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാകാം. അച്ഛൻ പറഞ്ഞതുപോലെ അത് 2 പേരോ 3 പേരോ 4 പേരോ ഒക്കെ ആകാം. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ ദൃശ്യങ്ങളായി മനസ്സിൽ രൂപപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഇത് എന്നതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വൈദികൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ, അത് വൈദികൻ മാത്രമല്ല, എല്ലാത്തിലും ഇപ്പം അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുന്ന നമ്മൾ കാൾ യുങ്ങിൻ്റെയൊക്കെ പറയുന്ന കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായൊരു പിക്ചറുണ്ട്. അപ്പോൾ അതിനെ തകിടം പറിക്കുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ റോളിലുള്ള ആളുകൾ ആ ഒരു പ്രതിബിംബം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് പലപ്പോഴും ഇന്ന് നമ്മൾ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി പല ആളുകളും ചെയ്യുന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സഭയുടെ അഖണ്ഡതയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതിൽ നിന്ന് അത് എത്രത്തോളം സത്യമാണെങ്കിലും നമ്മൾ പറയാണ്ടല്ലോ, എല്ലാ സത്യവും എല്ലാവരോടും വിളിച്ച് പറയാനുള്ളതല്ല എന്ന് പറയും. ആ സത്യം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ, വ്യക്തികളെ ബിൽഡ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മളത് വിളിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളിൽ ചില മിതത്വവും വിവേകവും കൃത്യമായി പാലിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വൈദികരെന്ന് മാത്രമല്ല, സംതൃപ്തിതര ജീവിതത്തിലും എല്ലാവരിലും സഭാ മക്കൾ അത് കാരണം സഭയുടെ മുഖമാണ് വികൃതമാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അതിൽ വൈദികർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ അങ്ങ് വിശ്വസിക്കുന്നു. അത് ഉണ്ടാകേണ്ടതാണ്. ടീച്ചർ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. ടീച്ചർ പറഞ്ഞൊരു പോയിന്റ്, ഒരു അൽമായ സമൂഹം വൈദികനെ നോക്കിക്കാണുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മാതൃക നഷ്ടപ്പെടുന്നുണ്ടോ എന്നതാണ് ടീച്ചർ പറഞ്ഞതിൻ്റെ വാദം. അതിൽ ഒന്നാമത്തെ ഭാഗത്തെയാണ് ഞാൻ വിശദമാക്കിയത്. അത് പ്രത്യേകിച്ച് അനുസരണ അല്ലെങ്കിൽ സംഘർഷങ്ങളുടെ സാഹചര്യം, വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലും അത് കാണുകയും അതിൻ്റെ പരസ്യ പ്രസ്താവനകളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ചിലയിടങ്ങളിൽ പോലും സാമ്പത്തികമായ പല വിഷയങ്ങളിലും വൈദികർക്കെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ കാണുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലൊക്കെ ഉള്ള ചെറിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്ന വിഷയമായിരിക്കാം. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സൊസൈറ്റിക്ക്, പ്രത്യേകിച്ച് അൽമായ സമൂഹത്തിന് ഒരു വിഷമമുണ്ടാകുന്നതിനെ നമ്മൾ പോസിറ്റീവായി നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ വിഷമമുണ്ടാകുന്ന നാച്ചുറലിയാണ്. ഇപ്പം എൻ്റെ പേഴ്സണലി, ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ മദർ കുറേ പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. പക്ഷേ വീടിനകത്ത് ഒരു വൈദികനെ കുറിച്ചും നെഗറ്റീവ് പറയാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ അപ്പനമ്മയ്ക്ക് ഇവരെക്കുറിച്ച്, എല്ലാ അച്ഛന്മാരെ കുറിച്ച് കൃത്യമായ ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ വീട്ടിലത് ചർച്ച ചെയ്യുമെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അവർ കൊണ്ടുപോകുന്നത് ഈ വൈദികന്റെ അടുത്താണ്. അപ്പൊ ഞാൻ തിരിച്ചവരോട് ചോദിക്കും, ഇന്നലെ അല്ലേ നിങ്ങൾ ഇവരെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചേ, ആ വൈദികന്റെ അടുത്ത് ഇന്നിപ്പോ ഇതേ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്ന ഇതിയൊന്നും. അപ്പൊ നമുക്ക് ലീഡർഷിപ്പ് പ്രധാനമായും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടലാണ് ഇത്തരമുള്ള പർവ്വതീകരണത്തിലും ഈ സോഷ്യൽ മീഡിയയിലെ വിസിബിലിറ്റി. പക്ഷെ വേറൊരു വശമുണ്ട് ഫാദർ, ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡ് ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഒരു പുഴുക്കുത്ത് അല്ലെങ്കിൽ ചെറിയൊരു
കറുത്ത പുള്ളി വരുമ്പോൾ അതിനെ വിമർശിക്കുന്നത് പോസിറ്റീവായി കാണണമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, എല്ലാ അർത്ഥത്തിലുമല്ല, ചില അർത്ഥത്തിൽ. പ്രത്യേകിച്ച് നമ്മളപ്പോൾ ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇതല്ല എന്ന് ഈ സമൂഹം പറഞ്ഞു കൊടുക്കുക കൂടിയല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വിശുദ്ധമായ ജീവിതങ്ങളാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ അല്ലാതിരിക്കുന്ന കാലത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നല്ല ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നവർ പറയുന്നത്. അതിനകത്ത് രണ്ട് തലമുണ്ടെങ്കിൽ പോലും അതിന് മറ്റൊരു തലത്തെ കാണുക കൂടി വേണ്ടേ എന്നാണ് എൻ്റെ പോയിന്റ്. നമ്മുടെ മൊത്തം എല്ലാ മതസംവിധാനങ്ങളും എടുത്താൽ ഇത്രയേറെ ഓപ്പണായി വിമർശിക്കപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം കാത്തലിക് ചർച്ചാണ്. എക്സാക്ട്ലി. ക്രിസ്ത്യൻ ഇതിൽ മാത്രമാണ് ഇങ്ങനെ. നമ്മൾ വേറെ ഏതെങ്കിലും മത ലീഡർഷിപ്പിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് സെൻസിൽ കറക്റ്റാണ്. കാരണം പീപ്പിൾ ബിക്കം അവെയർ, ഇങ്ങനെ ഒരു കാര്യം ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കി 99 പേരും ആ പ്രശ്നത്തിൽ അല്ല എന്ന് കൂടി വായനയുണ്ടെന്നാണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ അങ്ങനെ തന്നെ എടുക്കണം. പക്ഷേ നമ്മൾ ആളുകൾ എങ്ങനെ അതിനെ പെർസീവ് ചെയ്യുന്നുള്ളൊരു കാര്യം നേരത്തെ നമ്മൾ പറയും ഇൻ്റലക്ച്വലി ഇതിൽ ചില ആളുകൾക്ക് അച്ഛൻ എങ്ങനെയായാലും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ഫെയ്ത്ത് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്. പക്ഷെ വേറൊരുത്തരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഹീസ് ദ മോഡൽ. അപ്പോൾ എൻ്റെ മോഡൽ തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുന്നില്ല. അപ്പം അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നമ്മൾ അവതരിപ്പിക്കപ്പെടും, അതാര് ആരോട് അവതരിപ്പിക്കപ്പെടുന്നു, എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു പ്രശ്നം ടീച്ചറെ, ഈ വൈദികരുടെ നേതൃത്വത്തിൽ വൈദികരുടെയൊക്കെ പ്രത്യേകിച്ച് വൈദികരുടെ കാര്യത്തിൽ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നം നമ്മൾ അല്ലെങ്കിൽ അങ്ങനൊരു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടോ? ഇവരെ നമുക്ക് പ്രാപ്യരാകാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇവർ വളരെ തിരക്കിലേക്ക് പോകുന്ന സാഹചര്യം, അജപാലന ദൗത്യം, പാസ്റ്റൽ മിനിസ്ട്രി, ആ മിനിസ്ട്രിയിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതുണ്ടോ? അതും ഈ പറയുന്ന മുമ്പ് ടീച്ചർ പറഞ്ഞ ആ ഒരു വാദത്തോട് പറയേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് ഒരു പള്ളിയിലെ വികാരിയച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലെ ഒരു അംഗം പോലെ എപ്പോഴും കയറി ചെല്ലുകയും, ചെറിയ കുട്ടികൾക്ക് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു ചെറിയ കാശുരൂപവും ഒരു മിഠായും കാണുമ്പോൾ പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു, അതുകൊണ്ടാണല്ലോ നമ്മൾ അച്ഛാ എന്ന് വിളിക്കുന്നതിന്, ഫാദർലി ഫിഗർ ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ കുറച്ചൊരു പ്രൊഫഷണലിസം കടന്നു വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ഒന്നാമത് നമ്മൾക്ക് സ്ഥാപനങ്ങൾ കൂടിയില്ലെങ്കിൽ അച്ഛന്മാരുടെ നമ്പർ കുറഞ്ഞു. ഈ സ്ഥാപനങ്ങൾക്ക് പൊതുസമൂഹത്തിൽ കമ്പീറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. ഇപ്പോൾ സ്കൂളുകൾ, പണ്ട് പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വികാരിയച്ഛൻ മാനേജറാണ്, ഓരോ സ്കൂളിൻ്റെയും മാനേജർ വികാരിയച്ഛനാണ്. പക്ഷേ അധ്യാപകരും എല്ലാം കൂടി അങ്ങനെ പോവുകയാണ്. ആ സ്കൂൾ മാത്രമേ ഉള്ളൂ ആ പ്രദേശത്ത്. ഇപ്പം അങ്ങനെയല്ലല്ലോ CBSE സ്കൂളുകൾ. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുഖം മാറുന്നതും മുഖഛായ മാറിയതും ഒക്കെ കുറേയൊക്കെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലേക്ക് കൂടുതൽ അച്ഛന്മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയും മൾട്ടി ടാസ്കിങ് എനിക്ക് തോന്നുന്നു വൈദികർക്ക്, ഇടവക വൈദികർ പോലും മൾട്ടി ടാസ്കിങ് ആണ്. എന്തെങ്കിലും ഇടവക വികാരിയച്ഛനായിരിക്കുന്നതിനോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു ഡ്യൂട്ടി രൂപതയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ വീട്ടിലും നമ്മളും ഇരിക്കുന്നില്ല, അവർക്ക് കടന്നു വരുവാനായിട്ട് വെൽക്കമിങ് ആയിട്ട് കുടുംബങ്ങളും ഇരിക്കുന്നില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പിന്നെ കുറ്റം പറയാനേ അല്ലേ, ഹീസ് ജസ്റ്റ് അനദർ പേഴ്സൺ അങ്ങനെ അല്ലായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, നമുക്ക് ആ വാക്കുകൾ ബിഷപ്പിനെ നമ്മൾ വിളിക്കുന്ന പിതാവേന്നാ അല്ലേ, അങ്ങനെ വിളിക്കാൻ അത്ര യോഗ്യരായ രൂപപ്പെടുത്തി എടുത്ത ഒരു അകലമാണെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ അതൊരു തലം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന എത്രത്തോളം ആളുകളുണ്ട്, ജോലിക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു തലം കൂടി ഉണ്ട്. നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ബേസിക്കലി ഒരു സ്പിരിച്വൽ ലീഡറാണ് ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്പിരിച്വൽ ലീഡർ എന്നുള്ള കാര്യത്തിൽ ഷോലി സ്ലിഫ്റ്റ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർ കൊണ്ട് നടക്കേണ്ട, അത് റൺ ചെയ്യേണ്ട മിനിസ്റ്റർ സിസ്റ്റം റണ്ണിങ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം റൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ചില സ്ഥലത്ത് ഹാർഷ് ആവേണ്ടി വരും, ഇതാകേണ്ടി വരും. അപ്പോൾ സ്ലോലി സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിന്ന് ഇങ്ങിലേക്ക്, ഈവൻ കൂതാശകൾ പോലും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആള്, ചെയ്തു കൊടുക്കുന്ന ആള്, നമ്മൾ ഒരു ജോലി എന്നൊക്കെ രീതിയിലേക്ക് അത് സ്ലോലി. അപ്പോൾ അതിൻ്റെ ആത്മീയ കണ്ടന്റ് കുറയുന്നു. ഈവൻ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പൈസ തന്നു, അച്ഛൻ കുർബാനയിൽ വന്നു, കഴിഞ്ഞു, അത് മാത്രമേ റിലേഷൻഷിപ്പ് ഉള്ളൂ. അങ്ങനെ ഒരു ഡൈമെൻഷൻ മാറുന്നു. പിന്നെ അതുപോലെ തന്നെ വിശ്വാസ സമൂഹവും ഇവർ അപ്രോച്ച് ചെയ്യേണ്ട
തലങ്ങൾ മാറുന്നു. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിങ് തീർച്ചയായും നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം അത് ബോധപൂർവം നമ്മൾ അവൈലബിൾ ആക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇൻട്രാക്ഷനും ഇതുകളൊക്കെ അവൈലബിൾ ആകും. അവൈലബിലിറ്റി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു അത്തരത്തിലൊരു അവൈലബിൾ നമ്മൾ ഒരാൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് ആരും അമ്മയാകില്ല. അമ്മയെപ്പോലെ ആരാണ് പെരുമാറുന്നത് അയാളാണ്. അപ്പോൾ ഒരാൾ അച്ഛനോ പിതാവോ ഒക്കെ ആവണത് അച്ഛനെ പോലെയും പിതാവിനെ പോലെയൊക്കെ പെരുമാറുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലിക്ക് അപ്പുറത്തേക്ക് ഒരു നല്ലൊരു പിതാവാകാൻ, നല്ലൊരു അച്ഛനാകാൻ ഉള്ളൊരു എഫേർട്ട് ഇടണം. അമ്മ എനിക്കൊരു സംശയം, ഈ മിഷൻ സ്ഥലങ്ങളിൽ നമ്മൾ മിഷനിലെ ഇടവകളിലും രൂപതകളിലും വിദേശത്തും, അതാണല്ലോ നമ്മൾ മിഷൻ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും കൂടുതൽ ഊഷ്മളമാകുന്ന ബന്ധങ്ങളും നമ്മുടെ പാരന്റ് ചേർച്ചിൽ കുറച്ച് എന്താ പറയുക ഫോർമലാകുന്ന ബന്ധങ്ങളുമായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? മിഷനിൽ പിന്നെയും ടീച്ചർ പറഞ്ഞത് ശരിയാണ്. മിഷനിൽ കുറേ കൂടി, കാരണം അതൊരു നെയ്വ് ചർച്ചാണല്ലോ ഇനീഷ്യലി. ഇപ്പം എല്ലാ കാര്യത്തിലും അച്ഛൻ ഇൻവോൾവ് ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യം മറ്റു തലം കൂടിയുണ്ട് അവിടെ. ഒരു പ്രത്യേകിച്ച് അതൊരു ഇതുപോലൊരു ഒരു 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 കളക്റ്റീവ് സെറ്റിൽമെൻ്റ് അല്ല, ഒരു കളക്റ്റീവ് സംവിധാനമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഷൻ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഓരോ വിശുദ്ധ കുരിശുകൾ പോലും, പള്ളിയുടെ മുറ്റങ്ങൾ പോലും ഒരു പ്രത്യാശയുടെ ഒരു ഇടമായി അത് ആദ്യ ചെല്ലുന്ന കാലഘട്ടം തന്നെ രൂപപ്പെടുകയാണല്ലോ. അവിടെ വൈദികരുടെ ഭാഗത്തു നിന്നുള്ള ഒരു 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 പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ഒരു സൗന്ദര്യം അവിടെ ഉണ്ട് എന്നത് ഒരു കാര്യമാകുമ്പോൾ പോലും ഈ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയെ ചേർത്ത് പിടിക്കാൻ ദാഹിക്കുന്ന ഒരു സമൂഹം അവിടെ വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല രീതിയിൽ ഫോംഡായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരിത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ ചേർച്ചയിലാണ് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഈ മിഷൻ സ്ഥലങ്ങളിലൊക്കെ വിദേശത്തുമൊക്കെ നമ്മൾ ഇത് കാണുന്നത്. വിദേശത്ത് മറ്റൊരു തലമാണ്, വേറൊരു കാരണം. അവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ കാരണം അച്ഛൻ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനും ആ സമയത്താണ് കുമ്പസാരിക്കുന്ന സമയമുണ്ട്. അതിന് ഔട്ട് ഓഫ് ടൈം വന്ന സമയമല്ല. അച്ഛ കുമ്പസാരിപ്പിക്കാമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങൾ അവിടെയുണ്ട്. പക്ഷെ മിഷനിലെ സെനേരിയോ സെന്ററിൽ ഡിഫറെന്റ് അങ്ങനത്തെ ഒരു അതെ, നമുക്ക് അങ്ങനെ ഒരു കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ടീച്ചർ വരുന്നത്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിലും വ്യത്യാസമുണ്ട്. അച്ഛൻ ഇപ്പം നമ്മൾ ഒരു പള്ളി യോഗത്തിലോ അല്ലെങ്കിൽ പ്രതിനിധി യോഗത്തിലോ അച്ഛൻ സംസാരിക്കുമ്പോൾ അച്ഛനോടുള്ള പണ്ടത്തെ ആറ്റിറ്റ്യൂഡല്ല ഇപ്പോൾ. പണ്ടൊരു അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് മതി എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലീഡർഷിപ്പിലല്ല, അത് നമുക്ക് എതിർത്ത് ചോദിക്കാനാവും. അത് ഫാമിലിയിലും ഉണ്ട്. അതൊരു റിഫ്ലക്ഷൻ അവിടെയും കൃത്യമായ ബാധകമാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ് പൊതുവേ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അച്ഛന്മാരും വിചാരിക്കണത് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ, അറിയണ പണി ചെയ്ത് മിണ്ടാതിരുന്നാൽ മതി. ഫർദർ കാര്യത്തിൽ ഇൻവോൾവ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോ, നമ്മൾ ചെയ്യാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ ഭയങ്കര അങ്ങോട്ട് ചെന്ന് കൊടുത്ത ഒരു പാസ്റ്ററൽ മിനിസ്ട്രി അല്ലെങ്കിൽ ചേർന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് റീച്ച് ഔട്ട് ചെയ്ത് അല്ല എല്ലാ വീടുകളിലും രണ്ട് കൂട്ടരും തമ്മിലുള്ളൊരു അകൽച്ച അത് എങ്ങനെയോ രൂപപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇനി അത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താമെന്നതാണ് നമ്മുടെ രണ്ടാം തലം. അതിന് എനിക്ക് തോന്നുന്നു വൈദികരുടെ നേതൃത്വം തന്നെയാണോ അതിന് തുടക്കം കുറിക്കേണ്ടത്. വിശ്വാസികളെ അവരുടെ കുറവുകൾ മനസ്സിലാക്കി പുറത്ത് അല്ലെങ്കിൽ അവരുടെ കുറവുകൾ ഒരു സ്പിരിച്വൽ ഞാൻ നല്ല ഇടയനായ ഈശോ 99 വിട്ട് 1 തേടിപ്പോയ ആളാണ്. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങേണ്ടത്. റീച്ച് ഔട്ട് ചെയ്യണം. അതിന്റെ ഓരോ സെനേരിയോസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ചില ഇപ്പൊ മെട്രോപൊളിറ്റൻ സിറ്റീസ് അവിടെയൊക്കെ മീറ്റിംഗ്സ് ഒക്കെ വൈകുന്നേരമാണ്. കാരണം അവിടുത്തെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഞാൻ വളരെ സിമ്പിൾ എറണാകുളത്ത് താമസിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുമ്പസാരിക്കാൻ എപ്പോഴാണ് ഒരു സമയം കിട്ടുക? നമ്മളൊരു ജോലിയിൽ നമുക്ക് രാവിലെ പള്ളിയിൽ പോകാമെന്ന് പറയാം. 6 മണി തൊട്ട് 6:15 വരെ അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് പറയാം. ആ അച്ഛൻ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് നമുക്കറിയാം വളരെ കുറച്ച് ഇടങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കാർമൽ ഹില്ല് പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം
നമുക്ക് ഇത്രയും ആളുകളുള്ള ഒരു നഗരം അല്ലെങ്കിൽ ഏത് സ്ഥലവും ആയിക്കോട്ടെ, നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു 2-3 പള്ളികൾ കേന്ദ്രീകരിച്ച് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ജോലിക്ക് ശേഷമുള്ള അന്വേഷിക്കണം കേട്ടോ. കാരണം തൃശ്ശൂർ എനിക്കറിയാം, കാൽവരി പോയാൽ എപ്പോഴും അങ്ങനത്തെ ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇത് റീച്ച് ഔട്ട് ആണ്. ഞാൻ എക്സാമ്പിൾ പറയാണ്. ഇങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന ചേഞ്ച് കൂടി മനസ്സിലാക്കി സാഹചര്യങ്ങൾ മാറിയെന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം പുറകോട്ട് പോകുന്നെന്ന് മനസ്സിലാക്കുകയും പകരം അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇത്തരം പ്രായോഗികമായ ഇടങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ കുർബാന നമുക്ക് എന്തുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടാകാം, എന്തുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ അല്ലേ? നമുക്ക് ഞായറാഴ്ചത്തെ കുർബാന നമുക്ക് 6 മണിക്ക് ശേഷം നമുക്കൊരു സമയം ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാം അവർ രാവിലെ എഴുന്നേറ്റ് വരണം 6 മണി. പക്ഷേ ആ കാലത്തെ മാറുമ്പോൾ പോലും ഈ കാലത്ത് ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും ജോലി സാഹചര്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണല്ലോ ഒരു അങ്ങോട്ടേക്ക് റീച്ച് ഔട്ട് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് വരിക. അത്തരത്തിലുള്ള പല സമീപനങ്ങൾ പോലും നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞതാണ്. അങ്ങ് പറഞ്ഞ് തുടർന്നുകൊള്ളൂ. റൈറ്റ്. നമ്മളിപ്പോൾ കാറ്റഗറി നമ്മുടെ ഒരു ഫാമിലി നോക്കുമ്പോൾ ചെറിയ പിള്ളേർ, അഡോൾസൻ്റ് ഏജിലുള്ള മിഡിൽ ഏജ് ആളുകൾ, എൽഡർ പീപ്പിൾ. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ നീഡ്സ് പണ്ടത്തെ നീഡ്സ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും നീഡ് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുന്ന അഡാപ്റ്റ് ചെയ്യുന്ന പുതിയ സെനേരിയോസ് ഇത് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്ന ഒരു അഡീഷണൽ എഫേർട്ടാണ് വൈദികരുടെ ഭാഗത്തു നിന്ന്. സത്യത്തിൽ ഒരു നല്ല ഒരു അഡീഷണൽ വർക്ക് ലോഡ് അവർക്ക് വരും. ഈ അച്ഛൻ പറയുന്ന പോലെ പല നീഡ്സ്. അല്ല, അതിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാഡം പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന് കുറേ എഫേർട്ട് വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ CBSE അപ്പുറത്ത് നടത്തുന്ന CBSE ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ. അതിൻ്റെ ഇടയിൽ അച്ഛന് കുമ്പസാരിപ്പിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ ജനത്തിന്റെ സ്വഭാവം അതുപോലെയാണ്. ഓരോ ഫാമിലിയുടെയും പ്രോബ്ലംസ് വ്യത്യാസമാണ്, പിന്നെ ഓരോ ഫാമിലിയുടെയും നേച്ചർ വ്യത്യാസമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇത് ചെയ്തിടണമെങ്കിൽ ഇവരുടെ ട്രെയിനിങ്ങിൽ തന്നെ അത് മാറ്റാം. കാരണം പണ്ടൊക്കെ ഒരു യൂണിഫോം ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു നാട്ടിൻപുറത്തെ ആളുകൾക്കെല്ലാം ഏകദേശം ഒരു സ്വഭാവവും അവരുടെ തൊഴിൽ സിമിലറാണ്. ഇതിപ്പം പിന്നെ ഇൻ്റലക്ച്വലി തന്നെ ഇവരെല്ലാം പല ലെവലിലാണ്. അച്ഛന്മാരെക്കാൾ വളരെ ഉയർന്നവരായിരിക്കാം. അപ്പോൾ കുറേ ഇൻഹിബിഷൻസും ഒക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ. വൈദികർക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണം പലതരത്തിലുള്ള ആളുകൾ, പല സ്വഭാവക്കാർ. പക്ഷെ എന്നിരുന്നാലും ഒരു അഡീഷണൽ എഫേർട്ട്, പിന്നെ ഒരു സംയമനം. കാരണം പല ഇഷ്യൂസിൽ, പ്രത്യേകിച്ച് എനിക്ക് തുറന്ന് പറയാം, ഇപ്പോൾ എറണാകുളം അങ്കമാലി ഇഷ്യൂവിൽ തന്നെ എന്തുമാത്രം എന്താ പറയുക മുറിവുകൾ വാക്കാൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് വളരെ ബാഡ് എക്സാമ്പിൾസാണ്. ഉള്ളിൽ പറയേണ്ട ഉള്ളിൽ പറയുക, സെറ്റിൽ ചെയ്യാനുള്ള സെറ്റിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും. അപ്പോൾ വൈദികർ കുറച്ചുകൂടെയൊക്കെ എഫേർട്ട് എടുക്കണം. അവർക്ക് അതിനുള്ള വലിയ കരുത്തും കൃപയ്ക്കും വേണ്ടി അൽമായ പ്രാർത്ഥിക്കുകയും സന്മനസ്സുള്ളവർ അവരോടൊപ്പം നടക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെയും കടമയാണെന്നാണ് എനിക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും അങ്ങനെ മറക്കാൻ പറ്റില്ല. മറക്കാനുള്ള അവകാശം എന്ന് പറയണം. കാരണം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു 20 വർഷം കഴിഞ്ഞും ചിലപ്പോൾ അത് എനിക്കെതിരെ അവതരിപ്പിക്കപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്ത് പ്രത്യേകിച്ച് വൈദികർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണിത്. കാരണം അവതരിപ്പിക്കപ്പെട്ടതൊന്നും എറിഞ്ഞ കല്ലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സെനേറിയോ ആണ്. അപ്പോൾ അത് വളരെ കോഷ്യസായി സഭയെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ വളരെ വിവേകപൂർവ്വം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. തീർച്ചയായും വൈദികർക്കും അൽമായർക്കും ഇടയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു അകലം സംഭവിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൻ്റെ വളരെ ഡെപ്തിലുള്ള ഒരു സംവാദമാണ്, ഒരു ചർച്ചയാണ്, ഒരു പങ്കുവെക്കലാണ് ഷെക്കീന ഫൈറൂമിൻ്റെ ഈ വേദിയിൽ നമ്മൾ കണ്ടത്. ഡോക്ടർ മേരി റെജീന പറഞ്ഞു വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകലം നമ്മൾ കൺമുമ്പിൽ കാണുമ്പോൾ, വീഴ്ചകൾ നമ്മൾ കാണുമ്പോൾ, കുറവുകൾ കാണുമ്പോൾ, ആ കുറവുകളിലും അതിജീവിച്ച് കൂടുതൽ ഇടവക സമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോട്, വിശ്വാസികളോട് ചേർന്ന് കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ, അവരുടെ സാഹചര്യങ്ങളും അവരുടെ മാറുന്ന കാലത്തെയും എല്ലാം വായിച്ചെടുത്ത് അവർക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഷെക്കീന ഫൈറൂമിനുള്ളത്. ഒപ്പം ആ ഒരു പ്രാർത്ഥന ഏറ്റെടുക്കേണ്ടത് വിശ്വാസ സമൂഹം തന്നെയാണ്, അത് നേതൃത്വം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കൂടുതൽ ഊഷ്മളമായ ഒരു സഭ അത് തന്നെയാകട്ടെ നമ്മുടെ സ്വപ്നം. ഷെക്കീന ഫൈറൂമിലൂടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി.